അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിലെ രണ്ടാമത്തെ പാഠത്തിന്റെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് ഈ പാഠത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. അദർ സുസാനി രണ്ടാമത്തെ പാഠം അൻഫിഖു മിമ്മ റസഖനാക്കും. അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. അല്പം ഭക്ഷണം തരുമോ? ചോദ്യം കേട്ട് തോട്ടത്തിന്റെ കാവൽക്കാരൻ തിരിഞ്ഞു നോക്കി. ഒരു പാവപ്പെട്ട സ്ത്രീ തന്റെ മുമ്പിൽ നിൽക്കുന്നു. തന്റെ ഭക്ഷണത്തിൽ നിന്ന് പകുതി ആ സ്ത്രീക്ക് നൽകി. കുറച്ച് പഴം തരാമോ? സ്ത്രീ ചോദിച്ചു. തോട്ടക്കാരൻ: ഞാൻ കാവൽക്കാരൻ മാത്രമാണ്. നാളെ വരൂ, ഉടമസ്ഥനോട് ചോദിച്ചിട്ട് തരാം. സ്ത്രീ: എൻ്റെ കുഞ്ഞുങ്ങൾ വിശന്നു മരിക്കാറായിരിക്കുന്നു. ഇപ്പോൾ കിട്ടിയാലേ ഉപകാരമുള്ളൂ. കാവൽക്കാരൻ ഏതാനും ആപ്പിളുകളും മുന്തിരിക്കുലകളും പരിച്ചു നൽകി. നന്ദി പറഞ്ഞ് ആ സ്ത്രീ തിരിച്ചുപോയി. ആ പഴങ്ങൾക്ക് അദ്ദേഹം 1 ദിർഹം വില നിശ്ചയിച്ചു. 1 ദിർഹം കുറച്ചാണ് അന്ന് അദ്ദേഹം കൂലി വാങ്ങിയത്. ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു എന്ന മഹാനായിരുന്നു ആ കാവൽക്കാരൻ. ഒരു കാലത്ത് അദ്ദേഹം ബൽഖിലെ രാജാവായിരുന്നു. ഇബാദത്തിൽ മുഴുകാൻ വേണ്ടി അധികാരം ഉപേക്ഷിച്ച് നാടുവിടുകയായിരുന്നു. ധനം അല്ലാഹു തആലയുടെ അനുഗ്രഹമാണ്. ധനമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. കൃഷി, കച്ചവടം, വിവിധ ജോലികൾ എന്നിവ ധനസമ്പാദനത്തിനുള്ള മുഖ്യ മാർഗങ്ങളാണ്. ഹലാലായ മാർഗത്തിലേ സമ്പാദിക്കാവൂ. പണം ചെലവഴിക്കുന്നതും ഹലാലായ മാർഗത്തിലാവണം. ധൂർത്തും പിശുക്കും പാടില്ല. ചരക്കിന്റെ ന്യൂനതകൾ മറച്ചുവെക്കുക. നല്ലതും ചീത്തയും ഇടകലർത്തി വിൽക്കുക. അളവിലും തൂക്കത്തിലും ഏറ്റക്കുറച്ചിൽ വരുത്തുക. കൃത്രിമക്ഷാമം ഉണ്ടാക്കി വില ഉയർത്തുക. പൂഴ്ത്തിവെക്കുക. ഇവയൊന്നും അനുവദനീയമല്ല. കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണം നൽകുക. പാവപ്പെട്ടവരെ സഹായിക്കുക. മതപരമായ കാര്യങ്ങളിൽ ചെലവഴിക്കുക തുടങ്ങിയവ പുണ്യകരമായ ധനവിനിയോഗ മാർഗങ്ങളാണ്. ഹറാമായ കാര്യങ്ങൾക്ക് ചെലവഴിക്കുക, ആവശ്യത്തിൽ കൂടുതൽ ചെലവഴിക്കുക, പൊങ്ങച്ചത്തിന് വേണ്ടി ചെലവഴിക്കുക മുതലായവ അനുവദനീയമല്ലാത്ത ധനവിനിയോഗവും ധൂർത്തുമാണ്. തൊഴിലാളികൾ ഉത്തരവാദിത്വത്തോടെ ജോലി ചെയ്താലേ വേതനം അനുവദനീയമാകൂ. അതുപോലെ തൊഴിലുടമ തൊഴിലാളികളോട് കാരുണ്യത്തോടെ പെരുമാറുകയും കൃത്യമായി വേതനം നൽകുകയും വേണം. എങ്കിലേ അയാളുടെ സമ്പാദ്യം ഹലാലാകൂ. പലിശ, ലോട്ടറി, ചൂതാട്ടം മുതലായവയെല്ലാം ഹറാമാണ്. ഈ പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നു. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. മാ നഖസത് സ്വദഖത്തും മിൻ മാൽ. ദാനധർമ്മം സമ്പത്തിനെ ചുരുക്കുകയില്ല. കൂട്ടുകാർക്ക് ഈ പാഠം വായിച്ചത് മനസ്സിലാകില്ലേ? നമുക്കിനി ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം നഖ്റഉ വനഫ്ഹം. ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിച്ച് മനസ്സിലാക്കാം. ഇനബ് മുന്തിരി, തുഫാഹ് ആപ്പിൾ, ദിർഹം ഒരു നാണയം, ഹാരിസ് കാവൽക്കാരൻ, മാൽ ധനം, അജ്ർ വേതനം, സിറാഅ കൃഷി, റിബ പലിശ, ബുഖൽ പിശുക്ക്, ഇയാൽ കുടുംബം, അജീർ തൊഴിലാളി, മൈസിർ ചൂതാട്ടം, തിജാറ കച്ചവടം, യാ നസീബ് ലോട്ടറി, ഇസ്രാഫ് ധൂർത്ത്. മിമ്മ റസഖനാക്കും നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന്. അൻഫിഖൂ നിങ്ങൾ ചെലവഴിക്കൂ. ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായ ഒരു സൂഫി വര്യൻ. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം യുബയ്യിനു സിയാഖ് സന്ദർഭം വ്യക്തമാക്കുക. ഇപ്പോൾ കിട്ടിയാലേ ഉപകാരമുള്ളൂ. ഇത് ആരോട് എപ്പോൾ പറഞ്ഞു ആ സന്ദർഭം വ്യക്തമാക്കണം. അല്പം ഭക്ഷണം തരുമോ? ഒരു പാവപ്പെട്ട സ്ത്രീ തോട്ടം കാവൽക്കാരനോട് ചോദിച്ചു. അദ്ദേഹം തന്റെ ഭക്ഷണത്തിൽ നിന്ന് പകുതി ആ സ്ത്രീക്ക് നൽകി. കുറച്ച് പഴം തരാമോ? ആ സ്ത്രീ ചോദിച്ചു. താൻ കാവൽക്കാരൻ മാത്രമാണ് എന്നും നാളെ വരൂ, ഉടമസ്ഥനോട് ചോദിച്ചിട്ട് തരാം എന്നും ആ കാവൽക്കാരൻ പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞ മറുപടിയാണിത്. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം നുജീബ് ഉത്തരം കണ്ടെത്താനുള്ളതാണ്. 1. ആരാണ് ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു?
ഉത്തരം പ്രസിദ്ധനായ ഒരു സൂഫി വര്യനും ബൽഖിലെ രാജാവുമായിരുന്നു ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ ചോദ്യം, ഹലാലായ ധനസമ്പാദന മാർഗങ്ങളിൽ 3 എഴുതുക. ഉത്തരം ഹലാലായ മാർഗത്തിലുള്ള കൃഷി, കച്ചവടം, വിവിധ ജോലികൾ തുടങ്ങിയവ. 3 ഹറാമായ ധനസമ്പാദന മാർഗങ്ങൾക്ക് 3 ഉദാഹരണങ്ങൾ എഴുതുക. ഉത്തരം ചരക്കിന്റെ ന്യൂനതകൾ മറച്ചുവെക്കുക, നല്ലതും ചീത്തയും ഇടകലർത്തി വിൽക്കുക, അളവിലും തൂക്കത്തിലും ഏറ്റക്കുറച്ചിൽ വരുത്തുക തുടങ്ങിയ രീതിയിലുള്ള സമ്പാദന മാർഗങ്ങൾ ഹറാമാണ്. നാലാമത്തെ ചോദ്യം, പിശുക്ക് എന്നാൽ എന്ത്? ഉത്തരം അത്യാവശ്യ കാര്യങ്ങൾക്കും നല്ല കാര്യങ്ങൾക്ക് പോലും ചെലവഴിക്കാൻ മടി കാണിക്കുന്നതിനാണ് പിശുക്ക് എന്ന് പറയുന്നത്. 5 ധൂർത്ത് എന്നാൽ എന്ത്? ഉത്തരം ഹറാമായ കാര്യങ്ങൾക്ക് ചെലവഴിക്കലും ആവശ്യത്തിൽ കൂടുതൽ ചെലവഴിക്കലും പൊങ്ങച്ചത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിനും ധൂർത്ത് എന്ന് പറയുന്നു. 6 വേതനം ഹലാലാകാൻ തൊഴിലാളി എന്ത് ചെയ്യണം? ഉത്തരം വേതനം ഹലാലാകാൻ തൊഴിലാളി ഉത്തരവാദിത്വത്തോടെ ജോലി ചെയ്യണം. 7ാമത്തെ ചോദ്യം, സമ്പാദ്യം ഹലാലാകാൻ തൊഴിലുടമ എന്ത് ചെയ്യണം? ഉത്തരം സമ്പാദ്യം ഹലാലാകാൻ തൊഴിലുടമ തൊഴിലാളികളോട് കാരുണ്യത്തോടെ പെരുമാറുകയും കൃത്യമായി വേതനം നൽകുകയും വേണം. തദ്രീബാത്തിൽ 4ാമത്തെ പ്രവർത്തനം നുഇദ് ഫിഖ്റ, പാരഗ്രാഫ് അല്ലെങ്കിൽ ഖണ്ഡിക തയ്യാറാക്കാനുള്ളതാണ്. നമുക്ക് തയ്യാറാക്കാം. 1 ധൂർത്ത്. ദുർവ്യയം ചെയ്യരുതെന്ന് മാത്രമല്ല, ദുർവ്യയം ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയുമില്ല. ധൂർത്ത് ഒരു പൈശാചിക സ്വഭാവവും അത് അള്ളാഹുവിനോടുള്ള നന്ദിക്കേടും ധിക്കാരവുമാണ്. ആവശ്യത്തിലധികം ഉപയോഗിക്കുക, കഴിവിലധികവും സന്ദർഭം നോക്കാതെയും ഉപയോഗിക്കുക, അന്തസ്സിനും പെരുമ നടിക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കുക, നിഷിദ്ധ കാര്യങ്ങളിൽ ചെലവഴിക്കുക, അനാവശ്യ വിഷയങ്ങളിൽ ചെലവഴിക്കുക, അനുവദനീയമല്ലാത്ത വിഷയത്തിൽ വിനിയോഗിക്കുക മുതലായവയെല്ലാം ധൂർത്തിൽ ഉൾപ്പെടുന്നതാണ്. നുഇദ് ഫിഖ്റ എന്നതിൽ 2ാമത്തത് പിശുക്ക്. അല്ലാഹു തആലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ശക്തമായി മുന്നറിയിപ്പ് നൽകിയ രോഗമാണ് പിശുക്ക്. ഒരാളുടെ പിശുക്ക് അയാളെ മാത്രമല്ല സമൂഹത്തെ കൂടി ബാധിക്കുന്നു. ഏതൊരാൾ തൻ്റെ മനസ്സിനെ പിശുക്കിൽ നിന്ന് കാത്തു രക്ഷിക്കുന്നുവോ അത്തരക്കാർ തന്നെയാകുന്നു വിജയം പ്രാപിച്ചവർ എന്നത് ഖുർആനിന്റെ ശക്തമായ താക്കീതാണ്. അല്ലാഹു അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് തങ്ങൾക്ക് തന്നിട്ടുള്ളതിൽ പിശുക്ക് കാണിക്കുന്നവർ അതവർക്ക് ഗുണകരമാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അതവർക്ക് അതിലേറെ ദോഷം ചെയ്യും. പിശുക്ക് കാണിക്കുകയും പിശുക്ക് കാണിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും തങ്ങൾക്ക് അല്ലാഹു തൻ്റെ ഔദാര്യം കൊണ്ട് നൽകിയ അനുഗ്രഹം മറച്ചു വയ്ക്കുകയും ചെയ്യുന്നവരാണവർ. അതിലുപരിയായി മനസ്സിന്റെ വിശാലത നഷ്ടമാക്കുന്നു എന്നതാണ് പിശുക്കിന്റെ വലിയ ദുരന്തം. ജീവിതത്തിൽ ഒരിക്കലും അയാൾ സന്തോഷവാനാകില്ല. ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നും ദൂരെ പോകുന്നു എന്നതാണ് പിശുക്കിന്റെ അന്തിമ ഫലം. തദ്രീബാത്തിൽ 5ാമത്തെ പ്രവർത്തനം തഖ്സീസ്. തഖ്സീസിൽ 1ാമത്തത് നിങ്ങളുടെ നാട്ടിൽ വിവാഹാഘോഷവേളകളിലും മറ്റും നടക്കുന്ന ധൂർത്തിനെ കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അപ്പൊ നോക്കൂ, വിവാഹം എന്നത് മനുഷ്യന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിവാഹത്തിലൂടെ വധുവിനും വരനും ലഭിക്കുന്നത് വിലമതിക്കാൻ കഴിയാത്ത ഇണകളെയാണ്. എന്നാൽ വിവാഹവും ഇന്ന് കമ്പോളവൽക്കരിക്കപ്പെടുന്നത് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദുഃഖകരമായ അവസ്ഥയാണ് നാം കാണുന്നത്. പുരുഷൻ സ്ത്രീയെ കല്യാണം കഴിക്കണം എങ്കിൽ സ്ത്രീധനം കിട്ടിയാൽ മാത്രമേ കഴിക്കൂ എന്ന അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നതും അനാചാരവുമാണ്. എന്നാൽ കേവലം 1-2 ദിവസങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന പന്തൽ രാജകൊട്ടാരങ്ങളെപ്പോലെ വലിയ അലങ്കാരങ്ങൾ ചാർത്തി ലക്ഷങ്ങൾ പന്തൽ അലങ്കാരങ്ങൾക്ക് വേണ്ടി പൊടിപ്പൊടിക്കുന്നത് ഏറ്റവും വലിയ ധൂർത്തായി ഇന്ന് മാറിയിരിക്കുന്നു. വിവാഹത്തിന് വരുന്നവർക്ക് ഭക്ഷണം നൽകുക എന്നത് നല്ലൊരു കാര്യമാണ്. പക്ഷേ ഭക്ഷണത്തിന്റെ വൈവിധ്യങ്ങൾ കൊണ്ട് അനാവശ്യമായ ഭക്ഷണഘോഷയാത്ര തന്നെ ഉണ്ടാകുമ്പോൾ അത് ഭക്ഷണത്തിന്റെ പേരിൽ നടക്കുന്ന ധൂർത്തായി നമുക്ക് കാണാവുന്നതാണ്.
വിവാഹത്തിന്റെ അന്ന് വധൂവരന്മാർ മനോഹരമായ വസ്ത്രങ്ങൾ ധരിക്കുക സ്വാഭാവികമാണ്. പക്ഷേ കേവലം ഒരു ദിവസം മാത്രം ധരിച്ച് പിന്നീട് ധരിക്കാൻ കഴിയാത്ത രൂപത്തിൽ വലിയ അലങ്കാരങ്ങളോട് കൂടി നല്ല വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ വിവാഹത്തിന്റെ പേരിൽ അണിയുന്നതായി കാണുന്നു. അതിനുവേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കുന്നതായും കാണുന്നു. വിവാഹത്തിന്റെ അന്ന് സ്വാഭാവികമായും തനിക്ക് വേണ്ട കുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും ക്ഷണിക്കുക എന്നത് സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ്. എന്നാൽ കൊട്ടിലും പാട്ടിലും ഡാൻസിലും ഗാനമേളകളിലുമായി ആര്യങ്ങളെ പങ്കെടുപ്പിച്ച് നടത്തുന്ന വിവാഹ മാമാങ്കങ്ങൾ സമൂഹത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത വിവാഹ ഉത്സവമായി മാറിയിരിക്കുന്നു. തഖ്സീസിൽ രണ്ടാമത്തത് അഗതികളെ സഹായിക്കൽ. ഈ വിഷയത്തിൽ ഒരു ലേഖനം തയ്യാറാക്കുക. നമുക്ക് തയ്യാറാക്കാം. ദരിദ്രരെയും അഗതികളെയും പ്രത്യേകം പരിഗണിക്കാൻ ഇസ്ലാം വിശ്വാസികളോട് ആവശ്യപ്പെടുന്നു. ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ഏറെ പുണ്യകരമായാണ് ഇസ്ലാം കാണുന്നത്. പല തെറ്റുകൾക്കും പ്രായശ്ചിത്തമായി അഗതികൾക്കും അനാഥകൾക്കും ഭക്ഷണം കൊടുക്കലും ദാനധർമ്മങ്ങൾ ചെയ്യലും നിശ്ചയിച്ചിരിക്കുന്നു. അഗതികൾക്ക് ആഹാരം കൊടുക്കലും വസ്ത്രം നൽകലും നല്ല കാര്യമാണ്. രോഗം കൊണ്ടോ വാർദ്ധക്യം കൊണ്ടോ റമദാൻ മാസത്തിൽ വ്രതം ആചരിക്കാൻ സാധിക്കാതെ വന്നാൽ പകരം ഓരോ ദിവസത്തിനും ഓരോ അഗതിക്ക് ഭക്ഷണം കൊടുക്കണമെന്നാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. കേവലം മനുഷ്യർക്ക് മാത്രമല്ല, ജീവജാലങ്ങൾക്ക് പോലും അവർക്ക് ആവശ്യമായ ഉപജീവനം നൽകണമെന്നാണ് ഇസ്ലാം അനുശാസിക്കുന്നത്. സാധുക്കളുടെ പ്രശ്നങ്ങൾ കണ്ടറിയുകയും അവരുടെ വിശപ്പ് തീർക്കുകയും ചെയ്യുന്ന ആളുകളുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങളും ധനവർദ്ധനവും ഉണ്ടാവുക തന്നെ ചെയ്യും. കഴിവനുസരിച്ച് തൻ്റെ സമൂഹത്തിന്റെ ആവശ്യത്തിലേക്ക് നൽകാൻ സന്നദ്ധതയുള്ള ഒരു മനസ്സ്, അതാണ് വിശ്വാസിയുടെ കൈമുതൽ. അയൽവാസി, ബന്ധുക്കൾ, അനാഥകൾ, അഗതികൾ, വിധവകൾ, മാരാരോഗി, ആരോരുമില്ലാത്തവർ, ഇവർക്ക് അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുന്നത് നല്ല കാര്യമാണ്. ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്തും കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.